ഗുഡ് മോർണിംഗ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും സുഖമല്ലേ? രാവിലെ ഇത്തിരി പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങുകയാണ് നേരെ റേഡിയോയിലേക്ക്. നമ്മളുടെ ഒരു പബ്ലിക് പരിപാടി ഇന്ന് നടക്കുകയാണ് റേഡിയോയുടെ. അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. രാവിലെ പണിയൊക്കെ തീർത്തിട്ട് വേണം എല്ലാവർക്കും പോകാനായിട്ട്. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് ഒതുക്കി നമ്മൾ റേഡിയോയുടെ വണ്ടിയിൽ ഇറങ്ങി. ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ. ഓപ്പൺ റേഡിയോ എന്നാണ് പരിപാടിയുടെ പേര്. നമ്മൾ പബ്ലിക്കിൽ ചെന്നിട്ട് നമ്മളുടെ സ്റ്റുഡിയോ അതുപോലെ അവിടേക്ക് നമ്മൾ അവതരിപ്പിക്കുകയാണ്. അതായത് ഒരു ആർജെ എങ്ങനെ ആർജെയിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ റേഡിയോയിൽ എങ്ങനെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പബ്ലിക് വ്യൂ ആണ്. നമ്മൾ ആളെ കൂട്ടിയിട്ടുള്ള പരിപാടിയൊന്നും ഇത്. പക്ഷേ നമ്മൾ ഇതിങ്ങനെ ഒരു 6 മണിക്കൂർ കണ്ടിന്യൂസ് ഒരു 3 മാസം കൂടുമ്പോൾ ചെയ്യുന്നൊരു പരിപാടിയാണിത്. ഇപ്പോൾ തന്നെ നമ്മൾ ചങ്ങനാശ്ശേരി മാർക്കറ്റിലൂടെയാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ നമ്മുടെ സ്ഫടികം. ഈ മുന്നിൽ കാണുന്നതാണ് ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടി കേട്ടോ. പടിഞ്ഞാറൻ പ്രദേശത്ത് നിന്ന് വള്ളങ്ങളിലും ബോട്ടുകളിലും ഇവിടെ എത്തുന്നവർക്ക് മുന്നിൽ കാണുന്നത് ഹൈറേഞ്ചിലേക്കുള്ള സഞ്ചാരപാതയാണ്. നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുള്ള വേലുത്തമ്പി ദളവ ഒരാനയെ കൈമാറ്റം ചെയ്തുകൊണ്ടാണ് ഈ ചങ്ങനാശ്ശേരി ചന്തയുടെ തുടക്കം കുറിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് 1905 സ്ഥാപിച്ചതാണ് ഈ 5 വിളക്ക്. ചരിത്രത്തിൽ അത്രയേറെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ചങ്ങനാശ്ശേരിയെ 5 വിളക്കിൻ്റെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പള്ളി നോക്ക്. ഇവിടെ കാണുന്ന പല ബിൽഡിങ്ങുകളും പഴമയുടെ പ്രൗഢി അതേപടി നിലനിർത്തി പോരുന്ന കെട്ടിടങ്ങളാണ്. അങ്ങനെ നമ്മൾ സെറ്റപ്പ് എല്ലാം ചെയ്ത് നമ്മൾ പരിപാടി ഒരു വശത്ത് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ഈ ബോട്ട് ജെട്ടി ഇതിൻ്റെ പരിസര പ്രദേശമൊക്കെ കാണുമ്പോൾ നമുക്ക് സമയമൊക്കെ ചിലവഴിക്കാൻ പറ്റുന്ന രീതിയിൽ ടൂറിസം മേഖലയ്ക്ക് ഇതിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ സമയം മുന്നോട്ടേക്ക് പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശന്നു. ഞാനും എൻ്റെ ഫ്രണ്ട് ഡിറ്റോ ഉണ്ടായിരുന്നു. ഞങ്ങളിതാ തൊട്ടടുത്തുണ്ടായിരുന്നു ഈ കടയിൽ വന്ന് ചെറുതായി ഒരു ചായയൊക്കെ കുടിച്ചു. അങ്ങനെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത പരിപാടി മുന്നോട്ടേക്ക് പോയി 12 മണി ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ബോട്ട് എത്തി. 12:30 ആയപ്പോൾ ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടിയിൽ നിന്ന് ഈ ബോട്ട് ആലപ്പുഴയ്ക്ക് യാത്ര തിരിച്ചു കേട്ടോ. ഈ ബോട്ടിൽ പോയാലും നല്ലൊരു യാത്രാനുഭവം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ ഉച്ച കഴിഞ്ഞു ഞങ്ങൾ പോയി വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ എത്തി ഞാൻ ആ പ്രദേശമൊക്കെ ഒന്ന് നടന്നു നോക്കുകയായിരുന്നു. ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങൾ കേട്ടോ. ഒരുപാട് അങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമുക്കൊരു ദിവസം പോകണം ഇതിലേക്ക്. ഇവിടെ എന്താണ് കാഴ്ചകളുള്ളത് എന്നൊക്കെ കാണാനും അറിയാനും ഒക്കെ. ഹലോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. യൂണിഫോം ഒക്കെ മാറി, ഷർട്ടൊക്കെ ഇട്ട്, സ്വന്തം ഷർട്ടൊക്കെ എടുത്തിട്ട്, യൂണിഫോം സ്വന്തം തന്നെ, ഷർട്ടൊക്കെ ഇട്ട് ഇനിയിപ്പോൾ വീട്ടിൽ പോവാം. വേറെ പദ്ധതികളൊന്നും ഇന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. അങ്ങോട്ട് ചെന്നാലേ അറിയുള്ളൂ. അങ്ങനെ നമ്മുടെ പതിവ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അവിടെ എത്തിയപ്പോൾ നിൽക്കാൻ തോന്നി. നല്ല കാറ്റ്, ഒരു ഭയങ്കര സൈലൻസ്, വണ്ടിയൊന്നും വന്നില്ലെങ്കിൽ ഭയങ്കര കൂൾ. അപ്പം അങ്ങനെ നിർത്തിയാണേ. അപ്പോഴേ എനിക്ക് ഈ അടുത്തൊരു അനുഭവം ഉണ്ടായി. അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവല്ല ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അവിടെ നമുക്കൊരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് പാടിയതും പിന്നെ 1-2 ചെറിയ ഇവൻറ്റുകൾക്കും പാടിയ പാട്ടുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ആരോ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിരുന്നു, പാടരുത്, വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കുന്നത്, അല്ലെങ്കിൽ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഞാൻ പാടുന്നത്, ഇപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യുന്നത് ഒക്കെ നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. വ്ളോഗ് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. ആഗ്രഹം കൊണ്ട് നമ്മളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയില്ലേ, എല്ലാ മനുഷ്യർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. ആ കൂട്ടത്തിലൊന്നാണ് ഇപ്പോൾ എനിക്ക് വ്ളോഗ് ചെയ്യുക എന്നുള്ളതും ഈ പാട്ട് പാടുക എന്നുള്ളതും ഒക്കെ. നമുക്കൊരു വേദി ഉണ്ടെങ്കിൽ അത് ആസ്വദിക്കാൻ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പാടിയിരിക്കും. അതാണ് ആ ഒരു മൈൻഡ് ഉണ്ടായി വരാനായിട്ട് ഒരുപാട് സമയമെടുത്തു. പണ്ടൊക്കെ ഞാൻ പെട്ടെന്ന് ഡൗണായി പോകുന്നൊരു പ്രകൃതമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം ബെറ്ററായി. അങ്ങനെ ഇങ്ങനെയൊന്നും തളരില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ എത്തി. എന്തായാലും കൊള്ളാം. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാത്തതുപോലെ ഒരുപാട് പേര് അതിന് നല്ല പോസിറ്റീവ് റെസ്പോൺസ്, നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തു, എനിക്ക് സപ്പോർട്ട് തന്നു. അതിനൊക്കെ ഈ വീഡിയോയിലൂടെ അവർക്ക് ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾ പാടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, കഥ പറയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, വ്ളോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഡാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ
നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം വേറൊരാളിൻ്റെ അഭിപ്രായത്തെ മാനിച്ചല്ല, നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മളുടെ ആഗ്രഹത്തിന് വേണ്ടി അതിൻ്റെ പീക്ക് ലെവൽ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക, നല്ലതായിരിക്കണം എന്ന് മാത്രം. ഇത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു കാര്യം ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് പറയാൻ തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതലൊന്നുമില്ല. ഓരോ അസ്തമയങ്ങളും പുതിയ ഒരു പ്രഭാതത്തിന് വേണ്ടിയാണല്ലേ. കാണാം പുതിയൊരു വീഡിയോയുമായി. കൂടെ കൂടിയ കൂടെ കൂട്ടിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.